രാമായണം 14-ാം ദിവസം. സുഗ്രീവ സഖ്യവും ബാലിവധവുമാണ് പ്രധാനമായിട്ടും. സുഗ്രീവ സഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലെമ്മാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധവും കൊണ്ടു ചെന്നീടിനാൻ വ്യഗ്രം കളക നീ ഭാസ്കരനന്ദന. ബാഹ്യമഹോ ഭാഗ്യമോർത്താളത്രയും ഭാസ്കര വംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമതാരാർത്ഥമെവിടേക്കെഴുന്നള്ളി. സുഗ്രീവനോടീ വണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ മഹാതരുഛായാതലേ. തഥാ വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്തചേതസാ നിന്നരുളീടിനാർ. വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോട് അർക്കാത്മജനോട് ചൊല്ലിനാൻ. ഭീതി കളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരീ. ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി വസിച്ചിടുക. പ്രീതനായൊരു സുഗ്രീവനു വന്നേരം ആദരപൂർവമുദ്ധായ സസംഭ്രമം. വിഷ്ടപനാഥനെന്നരുൾ നീടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാൻ. അത് നേരം ഇഷ്ടനാം മാരുതി ലക്ഷ്മണനുമനുമൊടിച്ചിട്ടത് കണ്ടു സാവിത്ര സുഗ്രീവനും പുട്ടമോദാൽ ഒടിച്ചിട്ടരുളീടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നീടിനാൻ. നഷ്ടമായി വന്നിതു സന്താപസംഘവും. മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. ധീരനാം ആദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകിദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം. ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിനി നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവേൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേൻ ഒരു നാള് മാനവവീരാ തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം. പുഷ്കര നേത്രനായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരണതു നേരം. അസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദീനമായി. രാമരാമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്നതേ വരൂ. ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതഗ്രേങ്കി കണ്ട നേരം പരവശാൽ. ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശോപരി നിക്ഷേപണം ചെയ്താൾ. ഞാൻ അത് കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനത് കാണണമെങ്കിലോ കണ്ടാലും. ജാനകീദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വെച്ചിടിനാൻ. അർണോജനേത്രനെടുക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തൻ വങ്കിയായ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാദേ നളിനദലലോചനേ. രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാതിപൂർവം തിരുമാറിളമഴ്ത്തിയും. പ്രാകൃതന്മാരാം പുരുഷന്മാരെപ്പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സായേന വൈകാതെ നിഗ്രഹിച്ചംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരേ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രകായേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാച്ചു നൽകിയിടുവേൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം
ധരിത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ. മർക്കടശ്രേഷ്ഠനാൻ മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും വാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവ രാഘവന്മാരഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും. സുഗ്രീവ രാഘവന്മാരഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും. സിദ്ധിക്കുമെന്നുറച്ചാത്മദേഹം കളഞ്ഞുത്തുംഗമായ ശൈലാഗ്രേ മരുവിനാൻ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചങ്ങരുളീടിനാൻ. പണ്ടു മായാവി എന്നോരസുരേശ്വരനുണ്ടായൊരു മയൻ തന്നുടെ പുത്രനായി. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവൻ അദാതനായി നടന്നിടും ദശാന്തരേ. കിഷ്കിന്ധയാം പരിപൂക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ. യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടറി ക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. മുഷ്ടികൾ കൊണ്ടു താടിച്ചതുകൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ഞാനും അത് കണ്ടു ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പൊക്കിതു വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. ഞാൻ അതിൽ പുക്കിവൻ തന്നെ ഒടുക്കുവേൻ. നൂനം വിലദ്വാരി നിൽക്കനീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും. ചോര വരികിൽ അടച്ചുപോയി വാഴുക നീ. യുദ്ധം പറഞ്ഞതിൽ പൊക്കിതു ബാലിയും തത്ര വിലദ്വാരി നിന്നേനടിയനും. പോയതു കാലം 1 മാസം എന്നിട്ടും ആഗതനായതുമില്ല കവീശ്വരൻ. വന്നിതു ചോര വിലമുഖം തന്നിൽ നിന്നുള്ളിൽ നിന്നു വന്നു പരിത പോലും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തഥാ. ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ധ പൊക്കീടിനേൻ മർക്കടവീരനും ദുഃഖിച്ചതു കാലം. വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാ. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥാ. കല്ലിട്ടു ഞാൻ മഹാബലവാൻ തഥാ കൊല്ലുവാൻ എന്നോർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാൻ എല്ലാടവും പാഞ്ഞിരിക്കരുതാതെങ്ങും. നീളെ നടന്നുടന്നീടും ദശാന്തരേ ബാലി വരികയിൽ അത്ര ശാപത്തിനാൽ. ഋഷ്യമൂകാചലേ വന്നിരുന്നീടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥാ വിഭോ. മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ ഉടരാഗം മമ വല്ലഭ തന്നെയും. നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വൽപാദ പങ്കേരു സ്മരണ കാരണാലിപ്പോൾ അതീവ സുഖവുമുണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ. തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം മടക്കിത്തരുവൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. സ്വർലോക ജഗന്നാഥനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ട് നിർണയം. ഇല്ലവനോളം ബലം മറ്റൊരുവരും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി. യുദ്ധത്തിനായി വിളിച്ചോരു നേരത്തതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തിച്ച വെട്ടിപ്പറിച്ചുടൻ. ഉത്തമാംഗത്തെ ചുഴറ്റിയെറിഞ്ഞിരു രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ.
ആശ്രമദോഷം വരുത്തിയ ബാലി പോന്നു ഋഷ്യമൂകാചലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പൂക മദ്വാക്യ ഗൗരവാൽ ഇന്നു ശപിച്ചതു കേട്ടു കവീന്ദ്രനും അന്ന് തുടങ്ങി ഇവിടെ വരികില്ല. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദുഭിതന്റെ തല ഇത് കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നിതു ഭവാൻ. ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനും കുന്നുകൂടും കവിവരണ നിർണയം. എന്നത് കേട്ടു ചിരിച്ചു രഘുത്തമൻ തന്നെ തൃക്കാൽ പെരുവിരൽ കൊണ്ടത് തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജന പര്യന്തം. എന്നത് കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു. നന്നെന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നീടിനാൻ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ, മന്നവ സപ്തസാലങ്ങളിവയല്ലോ ബാലിക്കു മൽപിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും. വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരമ്പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികൾ ഈ ദൃശം കേട്ടൊരു സൂര്യാനയോർഭൂതനാകിയ രാമനും ചാപം കഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെയ്തരുളിയിടിനാൻ. സാലങ്ങളേഴും പിടർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു. പിന്നെയും ബാണം ജ്വലിച്ചു തിരിച്ചു വന്നാശുതൻ തൂണീരമൻപോടു പൊക്കോരനന്തരം. വിസ്മിതനായോരു ഭാനുതനേനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിയിടിനാൻ. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനും എനിക്ക് യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്ന ഭവൽപദം. മോക്ഷതനായ ഭവാന് ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവ മായാവിരചിതം. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം വരം പ്രാപ്തോ അമാഹന്ത ഭാഗ്യഫലോദയാൽ. മണ്ണിനായി ഊഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതി. ധർമ്മദാനവ്രത തീർത്ഥ പ്രകൃതു കർമ്മപൂർത്തേഷ്ടാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം. നിർണയം ത്വൽപാദഭക്തി കൊണ്ടെന്നിയേ. ത്വൽപാദപത്മാവലോകനം കേവലമിപ്പോൾ അകപ്പെട്ടതും ത്വൽകൃപാബലം. യാതൊരുത്തനു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിലിളകാതുറയ്ക്കുന്നു. കാൽക്ഷണം പോലുമെന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനം അനർത്ഥതം. ചിത്തം ഭവാങ്കലുറയ്ക്കാകിലും അതിഭക്തിയോടെ രാമരാമേതി സാദരം. ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേററ്റു മല്ലനായി ഏറ്റം വിശുദ്ധനാം നിർണയം. മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം രാമജപത്തിനാൽ. ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദ ദയാനിധി. ത്വൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ടു അൽപാമുൽപാടയ ത്രിലോകീപതേ. ശത്രുമധ്യസ്ഥ മിത്രാദിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിത് ഭൂപതി. ത്വൽപാദപത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായിരു കേവലജ്ഞാനവും. പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം
മായാപ്രഭാവം ജഗൽപതി. ത്വൽപാദ പങ്കജത്തിങ്കിൽ ഉറയ്ക്കണം എപ്പോഴും ഉൾക്കാമ്പനിക്കുരമാപതി. ത്വന്നാമ സങ്കീർത്തന പ്രിയയാകണമെന്നുട ജിഹ്വ സദാ നാണമെന്നിയേ. ത്വച്ചരണാംബോരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യുവാൻ വരിക കരങ്ങളാൽ. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ട് നിരന്തരം. കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം ധരാപതി. മച്ചരണദ്വയം സഞ്ചരിച്ചീടണമച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപതി. ത്വൽപാദവാംസുതീർത്ഥങ്ങളിലേക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ട് നിത്യം ഭവൽപദം. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാംഗം കൊണ്ട് നിത്യം ഭവൽപദം. യുദ്ധം പുകഴുന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീടിനാൻ. അംഗസംഗം കൊണ്ട് കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനത്തതാ മായയാ തത്ര മോഹിപ്പിച്ചതനേരം കാര്യസിദ്ധിക്കു കരുണജലനിധി. സത്യസ്വരൂപം ചിരിച്ചരുളിച്ചേര് സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ബാലി സുഗ്രീവ യുദ്ധം. ബാലിയെ ചെന്ന് വിളിച്ച യുദ്ധത്തിനു കാലം കളയരുതേതുമിനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്ത് പാലനം ചെയ്തു കൊള്ളുവേ നിന്ന നിർണയം. അർക്കാത്മജനത് കേട്ടു നടന്നിതു കിഷ്കിന്ധയാംപുരി നോക്കി നിരാകുലം. അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രതൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാൻ മിത്രഭാവേന രാമാദികളന്നേരം. ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ മിത്രതനയനും വക്ഷസി കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 10 ആശു വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോക്ഷേണ പരസ്പരം തമ്മിലതി യുദ്ധം അതീവ ഭയങ്കരമായിതു. രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം. മിത്രാത്മജനേതു വൃത്രാരിപുത്രനേരിദ്ധം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തീലതു നേരം. വൃത്രാരിപുത്രമുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും തത്വരമാർത്തനായി വൃത്രാരിപുത്രനുമാലയം പൊക്കിൽ. വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വീരുഹാന്തിയെ നിന്നരുളിയിടുന്നു. മിത്രാന്മയോത്ഭൂതനാകിയ രാമനോടെത്രയുമാർത്യ പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞീല ഞാനയ്യോ. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടിതാൻ തന്നെ. സത്യം പ്രമാണമെന്നോർത്തേനതും പുനഃത്രയും പാരം പിഴച്ചു ദയാനിധേ. സത്യസന്ധൻ ഭവാൻ എന്നു ഞാൻ ഓർത്തതും വ്യർത്ഥം അത്രേ ശരണാഗത വത്സല. മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുത്വാ രഘൂത്തമൻ അതിനുത്തരം ചെയ്തിലാൻ. ബദ്ധ അശ്രുനേത്രാലിംഗനായാലിംഗനം ചെയ്ത് ചിത്തെ ഭയപ്പെടാകേതും മമ സഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു. മിത്രാഘാതശ ആശങ്ക ഞാനന്നേരം മുക്തവാനല്ലതിൽ അസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരായ്വാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവേൻ ഇനി. ശത്രുവുമായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതി. വൃത്ര വിനാശപുത്രനമാമഗ്രജൻ മൃത്യുവശകതനെന്നുറച്ചിടു നീ. സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യായി വന്നുകൂടാ രാമഭാഷിതം. യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ
വിരവോടയക്കുന്ന യുദ്ധത്തിനായി ശത്രുഘ്നപൂർവജൻ ബാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാൽ അയച്ചീടിനാൻ. ബാലിവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചീടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വ മഹാസിംഹനാദം രവിസുതൻ. ബദ്ധരോക്ഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വ അതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം. ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്തു ഭർത്തൃഗ്രേ ചെന്നു ബദ്ധാസുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കിതു കേൾക്കനീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം. ഇത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട് പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൻ. ബാലി ബലാലൊരു ശങ്കയുണ്ടാകുല. കയ്യേച്ചീട് നീ വൈകരുതേതിമേ, നീ ഒരു കാര്യം ധരിക്കേണമോ മലേ. ബന്ധുവായി ആരുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ടവനേകനെന്നാകിലോ അന്തവ്യനെന്നാൽ അവനും അറിയ നീ. ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായി ഉള്ളിലടച്ചു ചൊല്ലു നീ. വൈരിയെ കൊന്നു വരുവിൻ വിരവൽ ഞാൻ ധീരതകൊണ്ടിരിക്കനീ വല്ലഭേ. താരയും ചെന്നാളത് കേട്ടവനോട് വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ. കാനനത്തിങ്കൽ നായാട്ടിനു പോയതു താനേ മമസുതൻ അങ്കദനന്നേരം. കേട്ടോരു തന്തരനോട് ചെന്നാനത് വെട്ടിട്ടു ശേഷം യഥോചിതം പോക നീ. ശ്രീരാമൻ ദശരഥനാമയോധ്യാധിപൻ രാമനെണ്ണുണ്ടവൻ തന്നുടെ നന്ദനൻ. ലക്ഷ്മണനാകുമനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ഡകാനനെ വന്യാശനായി തപസ് ചെയ്തിടുവാൻ. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു. തൽക്ഷണം ഋഷ്യമൂകാജലേ വന്നിതു. സത്വരം അർക്കതനേനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവേനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു. വന്നിതിപ്പോൾ അതു കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊൾകിളമയായി. യാഹി രാമം നീ ശരണമായി വേഗേന പാഹി മാമംഗദം രാജ്യം കുലംപതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധവും വ്യാകുലഹീനം പുണർന്നനുരാഗവശേനം പറഞ്ഞിരു ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായേതുമേ നാസ്തി ഭയം മമ വല്ലവേ കേൾക്കനീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം. രാമന് സ്നേഹം എന്നോളമില്ലാക്കുമേ. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു. നാരായണൻ താൻ അവതരിച്ചു ഭൂമിഭാരാഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭവാനില്ല നിർണയം. നിർഗുണൻ അനേകനാത്മാരാമനീശ്വരൻ. തച്ചരണാംബുജേ വീണു നമസ്കരിച്ചിച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവേ. മൽഗൃഹത്തിങ്കൽ ഉപകാരമേറും സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടോർക്ക നീ. തന്നെ ഭജിച്ചിടുന്നവരെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ. ഭക്തിയോ പാക്കിലിൽ ഇന്നോളം എന്നോളമില്ലാക്കുമേ. ദുഃഖവും നീക്കി വസിക്കനീ ഭീഷ്മനി പുഷ്കരലോചനേ പൂർണ്ണഗുണാംബുദേ. യുദ്ധമാശ്വാസ്യ വൃത്രാരിപുത്രനും ക്രുദ്ധനായ സത്വരം ബദ്ധ്വാ പരികരം. നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിർഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധ. താരയും
അശ്രുകണങ്ങളും വാർത്ത് വാർത്തൊരു ഗൂഢഖേദം അകത്തു പുക്കീടിനാൾ. പല്ലും കടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ലെന്നണഞ്ഞോരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ, ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. മുഷ്ടിയുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയും ഏറ്റം പിടിച്ചു. കടിച്ചു മങ്ങൂറ്റത്തിൽ വീണും പുനരുരുണ്ടുമുരുണ്ടും ഉൾച്ചീറ്റം കലർന്ന നഖം കൊണ്ട് മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും കൂടെ വിയർക്കയും നാഡികൾ ചീർക്കയും മുഷ്ടിയുദ്ധപ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലം താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനൊവ്വാതിടം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരുംപോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരുംപോലെയും കണ്ടവരാർത്തുകൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടീല വാട്ടമൊരുത്തനുമേതുമേ. അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കും അച്യുതൻ നൽകിയ ബാലസുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതനയനു വിഗ്രഹം. സാധുവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേൻ വൈകുണ്ഠൻ ദശരഥനന്ദനൻ. ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷണ്ഡം മറഞ്ഞാശുതേ മഹേന്ദ്രമാമസ്തം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതം അമ്മാറയച്ചരുളീടിന. ചെന്നതു ബാലിതന്മാരിൽ തറച്ചളവൊന്നങ്ങലറി വീണീടിനാൻ ബാലിയും. ഭൂമിയും ഒന്നു വിറച്ചിതന്നേരത്തു രാമനെ കൂപ്പിസ്തുതിച്ചു മരുൾസ്തുതൻ. മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും. കാണായിതഗ്രേ രഘൂത്തമനെത്തതാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരുജടാമകുടം പൂണ്ടിടം വെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചാർവായുധങ്ങളായുള്ള ഭുജങ്ങളും ദുർവദളച്ചളവി പൂണ്ട ശരീരവും പക്ഷഭാഗെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെ മഞ്ജസ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയും ഉണ്ടായ ഖേദകോപാകുല ചേതസ. കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയും ഉണ്ടായ ഖേദകോപാലാകുല ചേതസ. എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ. വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിച്ചതെന്തിങ്ങനെ. എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും. എന്തൊന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലായതും. രക്ഷോവരന്തവ പന്തിയെ കട്ടതിൻ അർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ. ആരറിയാത്തത് മൂന്നു ലോകത്തിലും വീരനാമിന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ തൃടാചലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികെ വെച്ചു തൊഴുതേനുമാതരാൽ. ധർമ്മിഷ്ഠനെന്ന് ഭവാന ലോകത്തിങ്കിൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതി. ധർമ്മം എന്തൊന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായത് എന്തെന്ന് പറക നീ. വാനരമാംസം അഭക്ഷ്യമത്രേ ബലമാനസേ തോതിയതെന്തിതു ഭൂപതേ. യുദ്ധം
ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായി അരുൾ ചെയ്തു രഘൂത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി ദുർമത്സരം നടക്കുന്നിതു നീള ഞാൻ. പാപിയോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ. നിന്നെ ഭജിച്ചിതു ഞാൻ മോഹബന്ധനായി, നിന്നെ നീ ഏതുമറിഞ്ഞാതുമേടോ. പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ. ഭേദമില്ലെന്നല്ലോ വേദമാക്യോ മതു ചേതസിമോഹാൽ പരിഗ്രഹിക്കുന്നവൻ. പാപികളിൽ വെച്ചും ഏറ്റം മഹാഭാവി താപം അവർക്കതിനാലെ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത. ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ പോകായിവരെ ഓടും. പാപത്തിനായി വരും പാപികൾക്കേറ്റവും. യുദ്ധമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം. ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിധം മമ അപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം. ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോട് ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടാശു നിന്നന്തികെ താപകമായ ചരമേറ്റു. ദേഹമുപേക്ഷിപ്പതിന് യോഗം വന്നിതെന്താഹന്ത ഭാഗ്യമെന്തൊന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപതി. നിന്തിരുനാമം മരിക്കാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷൻ മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാന് കണ്ടൻപോട് നിന്നുടെ സായകം കൊണ്ടു മരിക്കാൻ അവകാശം ഇക്കാലം ഉണ്ടായതെന്നുടെ ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവത് പങ്ക്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനായും പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നമർദ്ദിക്കയാലെന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനെ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. എന്നോട് തുല്യബലനാകും അങ്കദൻ തന്നിൽ തിരുവുള്ളമുണ്ടാതിരിക്കണം. അർക്കതനയനും അങ്കദബാലനും ഒക്കുമെനിക്കുന്നു കോൾ കൈക്കൊള്ള വീണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോട് മെല്ലത്തലോടുകയും വീണം എന്നത് കേട്ടു രഘൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവി. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹവും ഉപേക്ഷിച്ചു ബാലിയും. യോഗീന്ദ്രവൃന്ദരവുമായുള്ളൂ ലോകം ഭഗവൽ പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഖം ഭയത്തോടോടി വേഗേന ഉക്കിതു കിഷ്കിന്ധയാ പുരാജിരെ. ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായിന്നു കവീശ്വരൻ. ശ്രീരാമസായകമേറ്റുരണാജിരെ താരെ കുമാരനെ വാഴിക്ക വൈകാതെ. ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊള്ളുക കിഷ്കിന്ധാ മഹാപുരം. മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്തികൾ ഉള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചത് കേട്ടൊരു താരയും ആലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദവാചാ പറഞ്ഞു പലതരം. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസുമേ വാസവുമേ വൃഥാ. ഭർത്താവ് തന്നോട് കൂടെ മടിയാതെ മൃത്യുരോഗം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ.
യുദ്ധം കരഞ്ഞു കരഞ്ഞവൾ ചെന്നുതൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളേവരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടുകൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നു പാദാന്തികെ താരയും കീണു തുടങ്ങിനാൾ പിന്നെ പലതരം. ബാണമെയ്തെന്നെയും കൊന്നീടു നീ മമ പ്രാണനാഥന് പുറാ പിരിഞ്ഞീലടോ, എന്നെ പതിയോടുകൂടെ അയക്കിലോ, കന്യകാദാനഫലം നിനക്കും വരും. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതി. വിഗ്രഹം തീർത്തരുമയായി വാഴുക നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം. യുദ്ധം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവൻ. താരയോടുള്ള ഉപദേശം. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ, ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസരക്ത അസ്ഥി കൊണ്ടടോ, നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ. നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേളല്ലുണ്ടായത് നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീ ഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ. സർവജൻ ജീവനേകൻ പരൻ അദ്വയൻ അവ്യയൻ ആകാംക്ഷതുല്യനലേപലകൻ. ശുദ്ധനായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തിന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാനിത്യനായതു ജീവനും ദുഃഖ സുഖാദി സംബന്ധമാർക്കെന്നുമുള്ള ഒക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധി എന്നതു കേട്ടരുൾ ചെയ്തു രാഘവൻ. ധന്യേ രഹസ്യമായുള്ളത് കേൾക്ക നീ. യാതൊരളവു ദേഹ ഇന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണങ്ങളാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കയില്ലടോ.